മേടം 1 മുതൽ കർക്കിടകം 1 വരെ ക്ഷേത്രത്തിലെ ഭഗവതി മധുരാപുരിയിലാണെന്ന വിശ്വാസത്തിൽ 3 മാസം അടച്ചിടുന്ന കേരളത്തിലെ ഈ ക്ഷേത്രത്തെപ്പറ്റി നിങ്ങൾക്കറിയാമോ? വൈക്കത്ത് നിന്ന് 2.5 കിലോമീറ്റർ അകലെയാണ് മൂത്തേടത്തുകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിഷുക്കണി ദർശനം പൂർത്തിയാക്കിയ ശേഷം കണ്ണകി ദേവിയായി പാണ്ഡ്യദേശത്തേക്ക് അഥവാ മധുരയിലേക്ക് യാത്രയാകുന്നു. മേടം 1 മധുരയ്ക്ക് പോയ ശേഷം കർക്കിടകം 1 ദേവി തിരിച്ചു എത്തുന്നു എന്നുള്ളതാണ് വിശ്വാസം. 3 മാസങ്ങൾക്ക് ശേഷം കർക്കിടകം 1 കണ്ണകി ദേവി ഇവിടെ വരുമ്പോൾ കാവിലമ്മയായി തിരിച്ചെത്തുന്നു. ഇതോടെ നട തുറന്ന് ദർശനവും പൂജാ ചടങ്ങുകളും പുനരാരംഭിക്കും. ചിലപ്പതികാരത്തിലെ കണ്ണകി ദേവിയായും ശ്രീ പരമേശ്വരന്റെ പുത്രിഭാവത്തിലുമാണ് മൂത്തേടത്തുകാവിലെ പ്രതിഷ്ഠാ സങ്കല്പം. 9 മാസം മാത്രം നട തുറന്ന് പൂജകൾ നടത്തുന്ന അത്യപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണ് വൈക്കം മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രം. വിഷുക്കണി ദർശനത്തോടെ ആരംഭിക്കുന്ന എരിതേങ്ങ സമർപ്പണവും വലിയ തീയാട്ടവും വലിയ ഗുരുതിയും ചടങ്ങുകൾക്ക് ശേഷം രാത്രി വൈകി നടക്കുന്ന അരിയേറിന് ശേഷം സമാപിക്കുന്നു. അരിയേറു നടന്നതോടെ നടയടയ്ക്കുകയും കാവിലമ്മ കണ്ണകി ദേവിയായി പാണ്ഡ്യദേശത്ത് ഭർത്താവായ കോകിലന്റെ സമീപത്തേക്ക് പോകുന്നതായാണ് ഐതിഹ്യം. ഈ സമയം മധുരാപുരിയിൽ മലയാളത്തമ്മയെ വരവേൽക്കുന്ന ചടങ്ങുമുണ്ട്. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിന് മുൻവശം കുടിമരച്ചുവട്ടിൽ കൂട്ടിയിരിക്കുന്ന എരിതേങ്ങയിലേക്ക് അഗ്നി പകർന്ന് ഭക്തർ വഴിപാടായി സമർപ്പിച്ച ആയിരക്കണക്കിന് നാളികേരം അഗ്നിയിൽ സമർപ്പിക്കുന്നു. മധുരാപുരി കത്തിയമരുന്നതിൻ്റെ പ്രതീകമായാണ് എരിതേങ്ങ സമർപ്പണം. ഇതിനുശേഷം വലിയ ഗുരുതിയും തീയാട്ടവും കളം മായ്ക്കലും കഴിഞ്ഞ് തീയാട്ടവും അരിയേറും നടത്തി നടയടയ്ക്കും.